എന്തുകൊണ്ടാണ് അതാണ് സായി, ഇത് ഗീതു മോഹൻദാസ് എടുത്തത് കൊണ്ടാണോ ടോക്സിക് എന്ന സിനിമ ഇത്രയധികം വിമർശിക്കപ്പെടുന്നത്? കാരണം നമുക്കറിയാം, ഒരു മലയാളി എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ വാല്യൂസ് ഉള്ളവരാണ്, കുറച്ച് മൂല്യങ്ങളുള്ളവരാണ്. അങ്ങനെ ഒരു മൂല്യമുള്ള ഒരു മലയാളി ഈ ചിത്രം എടുത്തുന്നു. മാത്രമല്ല, ഗീതു മോഹൻദാസ് മുൻപ് സ്വീകരിച്ചിട്ടുള്ള നിലപാട്, ഇതൊക്കെ കാരണമാണോ ഈ ടോക്സിക്കിനെതിരെ നിങ്ങൾ ഉൾപ്പെടെ, സായി ഉൾപ്പെടെ പല സംവിധായകരും വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്? അതിന്റെ കാരണം അതാണോ? ഒരു പരിധി വരെ കാരണം അത് തന്നെയാണ്. കാരണം ഇതിനു മുമ്പ് ഈ സിനിമയ്ക്ക് ഒരു കോൺട്രവേഴ്സി ഇല്ല. ഈ സിനിമ ഇറങ്ങുന്ന സമയത്തൊന്നും ഈ പറഞ്ഞ ഫീമെയിൽ ഗെയ്സിനെ കുറിച്ച് ഒരു തരത്തിലുള്ള ചർച്ച നടന്നിട്ടില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവരതിന്ന് എസ്കേപ്പ് ചെയ്ത് പോവുമായിരുന്നു. നിങ്ങൾ ഈ സിനിമയുടെ പ്രൊമോഷൻ തന്നെ എടുത്തു നോക്കുക. ഇത്രയും ഫീമെയിൽ ഗെയ്സിനെ കുറിച്ചും അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു എന്താ പറയുക ഒബ്ജക്ടിഫൈ ചെയ്യുന്ന രീതിയിലുള്ള സിനിമകൾക്ക് എതിർത്ത് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി പ്രൊമോഷൻ ഫേസിൽ പോലും ഒരു നായികനെ ഉപയോഗിച്ച് പ്രൊമോഷൻ ചെയ്തിട്ടില്ല. കംപ്ലീറ്റ്ലി ഈ പടത്തിന് പ്രൊമോഷൻ കൊണ്ടുപോയത് മൊത്തം ഒരു യഷിന്റെ തലയിൽ വെച്ചിട്ടാണ്. ഈവൻ ഐ തിങ്ക് നയൻതാരേന്റെ ഒറ്റ പ്രൊമോഷൻ സാധനം പോലും പുറത്ത് വന്നിട്ടില്ല. സോ അങ്ങനത്തെ ഒരു പ്രൊമോഷൻ ടാക്ടിക്സിലെ അവർ സ്ത്രീകളെ ഉപയോഗിച്ചതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഈ സിനിമയ്തായിട്ടുള്ള വിഷയങ്ങളുണ്ട്. സ്ക്രിപ്റ്റിന്റെ ഭാഗത്താണെന്നുണ്ടെങ്കിലും ഇതിന്റെ സ്ക്രീൻ പ്ലേന്റെ ഭാഗത്താണെന്നുണ്ടെങ്കിലും നമ്മളെ ഒരുമാതിരി റബ്ബർ ബാൻഡ് പോലെ വലിച്ചടിപ്പിച്ച് ബോറടിപ്പിക്കുന്ന പരിപാടിയുണ്ട്. പക്ഷെ ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിന്റെ ഒരു സിനിമ കാണാനുള്ള ഒരു ഏറ്റവും കൂടുതൽ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഈ സ്ത്രീകളെ കുറിച്ചും സ്ത്രീകളുടെ സിനിമയിലെ മൂല്യങ്ങളെ കുറിച്ചും അവരുടെ നീഡുകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന അങ്ങനത്തെ ഒരു എന്താ പറയാ ആ ഒരു പ്രോഗ്രസീവ് ഫേസിൽ ഇരിക്കുന്ന ഒരു ഗീതു മോഹൻദാസിനെ പോലെ ഇത്രയും സംസാരിക്കുന്ന ഒരു വ്യക്തി ഒരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമയിലൂടെ അവർ എന്ത് ആശയം പുറത്തു കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അത് ഡെഫിനറ്റ്ലി ഇതിനകത്ത് കണ്ടില്ല. ഇനി അത് കണ്ടില്ല, ഇനിയിപ്പോ അവർ അങ്ങനെ തന്നെ എടുത്തു. ഈ സിനിമ ആ രീതിയിൽ എടുത്താൽ ഞാൻ പറയുള്ളൂ, ഇതിനൊരു കറക്റ്റ് ഫീമെയിൽ കേസിലാണ് ഈ പടം പോയത്. ഏതെങ്കിലും ഈ ഇത്രയും സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്, ആ കഥാപാത്രത്തിൽ ഏതെങ്കിലും ഒരാളെ ഡോമിനേറ്റിംഗ് ആയിട്ട് വെച്ചിട്ട് രായൻ എന്ന് പറഞ്ഞ യാഷ് ചെയ്ത ക്യാരക്ടറിനെ കുറച്ചൊന്ന് സപ്രസ് ചെയ്ത് കൊണ്ടുപോയാൽ അടക്കം അവർക്ക് ഇത്ര വിമർശനം കേൾക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഇതിനകത്ത്. വാട്ട് ഐ ഫെൽറ്റ്, ബിക്കോസ് രായന്റെ സിസ്റ്ററിന്റെ ക്യാരക്ടർ ചെയ്ത നയൻതാരയാണ്. നയൻതാരയുടെ ക്യാരക്ടറിന് ഡെഫിനറ്റ്ലി ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു ബിൽഡപ്പ് ഉണ്ട് അതിനകത്ത്, ഒരു ക്യാരക്ടർ ആർക്ക് ഉണ്ട്. ആ ക്യാരക്ടറിൽ ഇരുന്നു കൊണ്ടും അവർക്ക് രായന്റെ കഥ പറയാമായിരുന്നു. അതാണ് ഗീതു മോഹൻദാസ് ഉദ്ദേശിച്ച ഫീമെയിൽ ഗേൾസ് എന്ന് പറഞ്ഞ ആ ഒരു പൊളിറ്റിക്സ്. അത് അവർ ഇംപ്ലിമെന്റ് ചെയ്തില്ല ഇതിനകത്ത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഡെഫിനറ്റ്ലി ഇവർക്ക് ഇപ്പൊ വരുന്ന ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന്, ഓബിയസ്ലി പടത്തിന് കുറെ മെറിറ്റ്സ് ഇല്ല, അത് പോട്ടെ, അതൊരു സിനിമ എന്നുള്ള രീതിക്ക് മേ ബി എടുത്തു വരുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാം. ബട്ട് അറ്റ്ലീസ്റ്റ് റൈറ്റിംഗ് സൈഡ് എവിടെയാ അത് നോക്കണ്ടേ? ഗീതു മോഹൻദാസ് എഴുതി തന്നെയല്ലേ കാണിക്കുന്നേ. അപ്പൊ അങ്ങനത്തെ റൈറ്റിംഗ് സൈഡിലാണെങ്കിൽ പോലും ഇവര് ഒരു ഇമ്പോർട്ടൻസ് ഇതിനകത്തുള്ള ഒരു ഫീമെയിൽ ക്യാരക്ടറിനും വെക്കാതെ എല്ലാ ഫീമെയിൽ ക്യാരക്ടറിനെയും ജസ്റ്റ് യൂസ് ആൻഡ് ത്രോ ടിഷ്യൂ പേപ്പർ എന്നുള്ള അതാണ് സായി ഇതിന്റെ കഥ പ്രേക്ഷകർക്ക് കണക്ട് ആവാത്ത രീതിയിൽ ആയതിന്റെ ഒരു കാരണം എന്തായിരിക്കും? മാത്രമല്ല, ഇത്രയധികം പണം മുടക്കി ഇതുപോലുള്ളൊരു സിനിമ, അതല്ല ഇതിനകത്ത് കണക്ട് ആവാൻ ഒരു കഥയുടെ ക്ലാരിറ്റി ഇത് എഴുതിയ ആൾക്ക് ഇതുപോലൊരു സിനിമ ഇറക്കേണ്ട കാര്യമുണ്ടോ എന്നതാണ് മറ്റൊരു ചോദ്യം. യെസ്, അതാ ഞാൻ ഡെഫിനറ്റ്ലി ചോദിക്കുന്നത്. കഥയുടെ സൈഡിൽ യഷിന്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് വന്നിട്ടുണ്ടോ? സജഷൻസ്, ഇത് വലിയൊരു ടേമാണ് സജഷൻസ്. ഈ സജഷൻസ് എന്നുള്ളതിലുപരി യഷിന്റെ ഭാഗത്തു നിന്ന് ഇതിന് വേറെ എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് പോയിട്ടുണ്ടോ? കാരണം ഗീതു മോഹൻദാസിന്റെ എഴുത്തിൽ ഇങ്ങനെയാവണം ആ സിനിമ എന്ന് എനിക്ക് തോന്നുന്നില്ല ഡെഫിനറ്റ്ലി. കാരണം അതിലുള്ള കുറെ ബോൾഡ് സീൻസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല അത് ഗീതു മോഹൻദാസ് എഴുതി വെച്ചതാണെന്നുള്ളത്. അവിടെയാണ് എന്റെ സംശയം. ഇത് ഡയറക്ട് ചെയ്തതും ഇത് എഴുതിയതൊക്കെ ഗീതു മോഹൻദാസ് ഒറ്റയ്ക്കാണോ, അതോ ഗീതു മോഹൻദാസിന് ജസ്റ്റ് ഒരു സിനിമ ചെയ്യണം ഇത്രയും വലിയ ബഡ്ജറ്റിൽ ഇത്രയും വലിയ നടനി ഒരു ഫുൾ സ്റ്റാർ കാസ്റ്റ് ഉപയോഗിച്ചിട്ട് ലാസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമ ഡയറക്ട് ചെയ്ത ലേഡി സൂപ്പർ സ്റ്റാർ ഡയറക്ടർ എന്നുള്ള ഒരു പേര് കിട്ടാൻ വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്തു എന്നുള്ള രീതിക്ക് തന്നെ തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിമർശിക്കുന്നത്. മൂത്തോ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി. അതൊരിക്കലും നിവിൻ പോളിനെ സൈഡാക്കിയ മൂവിയല്ല. നിവിൻ പോളിന്റെ ആസ് ആൻ ആക്ടർ ആയുള്ള പൊട്ടൻഷ്യൽ പുറത്ത് കാണിച്ച ഒരു പടമാണ്. അങ്ങനത്തെ ഒരു പടം എടുത്തു വെച്ചൊരു വ്യക്തി ഇവിടെ വന്നിട്ട് യഷിനെ വെച്ചിട്ട് ഇപ്പൊ ഒരു ഭയങ്കര ഇതിൽ പറയാൻ ഉദ്ദേശിച്ചൊരു കഥ ഉണ്ട്. ഗീതു മോഹൻദാസ് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചൊരു കഥ നാട്ടുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അതൊരു എന്താ പറയാ ഇത്രയും 500 കോടി മുടക്കി എടുക്കേണ്ട ഒരു കഥയായിട്ട് നമുക്ക് തോന്നുന്നില്ല പേഴ്സണലി ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക്. ഒരു 10-15 കോടിക്ക് ഏതെങ്കിലും ഒരു ആവറേജ് നടനെ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സിനിമ ഒരു അത്രത്തോളമുള്ള കഥാപാത്രങ്ങൾ മാത്രമുള്ള ഒരു സ്റ്റോറി ലൈൻ വെച്ചിട്ട് ഇവരിന് ഇത്ര മാസീവ് ബിൽഡപ്പ് കൊടുത്ത് ഇത്രയും വലിയ സെറ്റപ്പ് ആക്കി അവർ ഈ കഥ എഴുതുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരുടെ പൊളിറ്റിക്സിനോടെങ്കിലും ഒരു ഇത്തിരി എന്താ പറയാ ഒരു കൂറ് പാലിക്കേണ്ടിയിരുന്നു. അതും ചെയ്യാതെ
ഇത്രയും വലിയൊരു സിനിമ എടുത്തു വെച്ചിട്ട് അതിനകത്ത് ഇവർക്ക് ക്രിറ്റിസിസം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിനു മുമ്പ് അവർ സംസാരിച്ച അവരുടെ പൊളിറ്റിക്സ്, ആ പൊളിറ്റിക്സ് ഇതിൽ റിഫ്ലക്ട് ആയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഘടകമായിട്ട് എനിക്ക് കാണുന്നത്. തീർച്ചയായും അതാണ് ശ്രീ ശബരീഷ്. ഈ സിനിമയുടെ കഥ അതെന്താണെന്ന് പലർക്കും മനസ്സിലാകുന്നില്ല, സിനിമ കണ്ടവർക്ക് പോലും മനസ്സിലാകുന്നില്ല. മാത്രമല്ല ഒരു കലാകാരിയെ സംബന്ധിച്ച് സമൂഹത്തോട് കുറച്ച് ഉത്തരവാദിത്തങ്ങളില്ലേ? പ്രത്യേകിച്ചും ഇതുപോലുള്ളൊരു സിനിമ എടുക്കുമ്പോൾ. യഷിന് കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി യഷ് കൊച്ചിയിലെത്തിയപ്പോൾ വലിയ ആൾക്കൂട്ടമായിരുന്നു. വിവിധ ജില്ലകളിൽ നിന്നും യഷിനെ കാണാൻ വേണ്ടി നിരവധി യുവാക്കൾ, കുട്ടികളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അത്രയധികം ഇയാൾ കുട്ടികളിൽ പുതിയ തലമുറയെ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ ഒരാളെ വെച്ചൊരു സിനിമ എടുക്കുമ്പോൾ അതിൽ കുറച്ചൊക്കെ മൂല്യങ്ങൾ വേണമെന്നതാണ് മറ്റൊരു കാര്യം. കുറച്ചൊക്കെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഗീതു മോഹൻദാസിനെ പോലെയുള്ള ഒരു കലാകാരിക്ക് വേണ്ടതല്ലേ ശ്രീ ശബരീഷ്? നേരത്തെ ഈ മൂല്യം എന്നുള്ള വാക്ക് നേരത്തെ തന്നെ ചർച്ച ചെയ്തു. അപ്പൊ ഒരു മൂല്യം അതൊക്കെ ആപേക്ഷികമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ചർച്ചകൾ വേണ്ടുന്ന കാര്യമാണ്. എന്ത് മൂല്യം, ഏതൊക്കെ മൂല്യങ്ങൾ നിലനിർത്തണം, ഏതെല്ലാം കളയണം, അതുപോലെ തന്നെ എന്തായിരിക്കണം മൂല്യത്തിന്റെ മാനദണ്ഡം. അത് മൂല്യം കുറച്ച് വിഷമം പിടിച്ചൊരു വാക്കാണ്, സങ്കല്പവുമാണ്. അപ്പൊ മൂല്യം നിലനിർത്തുക എന്നൊക്കെ നമുക്ക് ഒരു ചർച്ചയിൽ അങ്ങനെ പറഞ്ഞു പോകാൻ കഴിയില്ല. അത് കുറച്ചുകൂടിയും അതിനകത്ത് ചരിത്രവും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും പല കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെട്ടത് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, ഇതിനകത്തൊരു സന്ദേശം നൽകുക, ഞാൻ പറയാൻ തുടങ്ങിയൊരു കാര്യം മറ്റൊന്നാണ്. ഒരു പക്ഷേ ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ ഗീതു മോഹൻദാസിന് വേണ്ടി സംസാരിക്കുകയല്ല, ഞാൻ എന്റെ അഭിപ്രായം പറയുക മാത്രമാണ്. അപ്പൊ ഈ ഒരു വിഷയത്തില് അവര് തന്നെ മുൻപ് എടുത്തിട്ടുള്ള നിലപാടുകളുടെ പേരിൽ അവർ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് അതാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അതിപ്പോ അവരെ വിമർശിക്കുന്ന ആളുകൾ തന്നെ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി അത് ഈ ചർച്ചയിൽ അവരില്ലാതെ ഇതിന്റെ മുഴുവനാവുകയില്ല. കാരണം അവരെങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ അവർ തന്നെ മറുപടി പറയേണ്ട കാര്യമാണ്. ഇനി വേറൊരു കാര്യം, ഒരാൾ ഇതുപോലെ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി, ഇപ്പൊ ആ താരമൂല്യത്തെ കുറിച്ചൊക്കെ സായി അടക്കമുള്ള ആളുകൾ പറഞ്ഞു. അപ്പൊ അത്തരം വലിയ ഒരു സിനിമയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ, ഒരു സ്ത്രീ എൻ്റർ ചെയ്യുമ്പോൾ ഒരു പക്ഷെ അവർക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് അവര് തന്നെ പറയേണ്ടതാണ്. അതുകൊണ്ട് അവര് മുൻപ് പറഞ്ഞ വിമർശനങ്ങൾ റദ്ദാവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അവരുടെ പക്ഷം പിടിച്ച് സംസാരിക്കുകയല്ല. ഈ സിനിമയായി മാത്രം കണ്ടുന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് അത്രമാത്രമാണ്. അത് അവര് ഈ സിനിമയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കഥാപാത്രത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ളൊരു ബിൽഡപ്പ് കൊടുത്തു. പിന്നെ ഗെയ്സിന്റെ കാര്യത്തിൽ ഇപ്പം പിന്നെ 3 തരത്തിലുള്ള തുറിച്ചു നോട്ടം ഉണ്ടെന്നൊക്കെ നമ്മള് പഠിച്ചിട്ടുണ്ട്, നിരൂപണത്തിൽ അങ്ങനെ പറയുമല്ലോ. ആ രീതിയിലൊക്കെ. ഇനി വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, മറ്റെല്ലാം മാറിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് നമ്മളെല്ലാം ചേർന്ന് ഇത്തരം നിരൂപണത്തിലെയും ഇത്തരം പഴയ സ്കെയിലുകൾ മാറ്റാറായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ വിമർശനം ഗീതു മോഹൻദാസിനും ബാധകമാണ്. കാരണം അവർ കസബയുടെ സമയത്ത് ഉന്നയിച്ചിട്ടുള്ള ശബരീഷ്, നമുക്കറിയാം സിനിമ എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് ആണ്. പക്ഷേ ഇതുപോലെ ഈ വയലൻസുകൾ ഈ സിനിമയിൽ മാത്രമല്ല, ടോക്സിക്കിൽ മാത്രമല്ല, സമീപകാലത്ത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.